കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളി എന്താണ്? ക്രിക്കറ്റാണോ, ഫുട്ബോളാണോ, അതോ വീട്ടിനുള്ളിൽ അനിയനും ചേട്ടനുമായി അടികൂടുന്നതാണോ? ഇന്ന് കാതികയിൽ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന കൂട്ടുകാരെ പറ്റിയുള്ള കഥയാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയമല്ലേ? എല്ലാവരും ടി വിയിൽ ക്രിക്കറ്റ് കാണുന്നുണ്ടായിരിക്കും എന്ന് കാതിക കരുതുന്നു. പരീക്ഷയുള്ള കൂട്ടുകാർ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും കളി കാണുന്നത്, അല്ലേ? എന്തായാലും ഇന്നത്തെ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പുണ്ണി ആശാന്റെ വീടിന് മുന്നിൽ എന്നും പിള്ളേർ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ആ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ വളരെയേറെ ശബ്ദമുണ്ടാക്കുമായിരുന്നു. ക്രിക്കറ്റ് അടിക്കുമ്പോൾ പന്ത് വന്ന് എന്നും അപ്പുണ്ണി ആശാന്റെ വീട്ടിനകത്ത് വീഴും. ഇടയ്ക്ക് ചില്ലും പൊട്ടും. അത് അപ്പുണ്ണി ആശാനെ വളരെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. എത്ര പറഞ്ഞിട്ടും പിള്ളേർ പോകുന്നില്ല. അപ്പുണ്ണി ആശാനെ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? ഇതിനു മുന്നേ പല കഥകളിലും അപ്പുണ്ണി ആശാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ബുദ്ധിപൂർവ്വം വഴക്കുണ്ടാക്കാതെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പുണ്ണി ആശാൻ ആലോചിച്ചു, എങ്ങനെ പിള്ളേരെ ഇവിടെ നിന്ന് മാറ്റാം? പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ എന്റെ വീട്ടിൽ ചില്ല് പൊട്ടിക്കുകയും എന്നെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാതെ അവർക്ക് അപ്പുറത്തെ പറമ്പിൽ പോയി കളിക്കാൻ എന്തായാലും മാർഗം എന്ന് അപ്പുണ്ണി ആശാൻ ആലോചിച്ചു. അന്ന് വൈകുന്നേരം പിള്ളേർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അപ്പുണ്ണി ആശാൻ അവരുടെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ക്രിക്കറ്റ് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ കളിക്കുന്നത് ഞാൻ എന്നും കാണും. നിങ്ങൾ ഒരിക്കലും ക്രിക്കറ്റ് കളി നിർത്തരുത്. നിങ്ങൾ കളിക്കുകയാണെങ്കിൽ ഞാൻ ആഴ്ചയിൽ 25 രൂപ വെച്ച് തരാം. അത് കേട്ടപ്പോൾ പിള്ളേർക്ക് സന്തോഷമായി. തീർച്ചയായും മുത്തശ്ശ, ഞങ്ങൾ എന്നും ഇവിടെ വന്ന് കളിച്ചോളാം. അങ്ങനെ പിള്ളേർ അവിടെ കളിക്കാൻ തുടങ്ങി. ഞായറാഴ്ച ആയപ്പോൾ അപ്പുണ്ണി ആശാന്റെ അടുത്ത് പൈസ ചോദിക്കാനായി കൂട്ടുകാർ ചെന്നു. അപ്പുണ്ണി ആശാൻ 25 രൂപ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുട്ടികൾ സന്തോഷമായി തിരിച്ചുപോയി. അടുത്ത ആഴ്ചയും ക്രിക്കറ്റ് കളിച്ചു. അടുത്ത ആഴ്ച ചെന്ന് പൈസ ചോദിച്ചപ്പോൾ അപ്പുണ്ണി ആശാൻ പറഞ്ഞു, എന്റെ 25 രൂപയില്ല, ഇപ്പോൾ 10 രൂപ തരാം, ബാക്കി അടുത്ത ആഴ്ച തരാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിള്ളേർ അതും മേടിച്ചു പോയി. വെറുതെ കിട്ടുന്ന പൈസയല്ലേ, കളിക്കുകയും ചെയ്യാം, പൈസയും കിട്ടും എന്ന് കരുതി അവർ പോയി. പിള്ളേർ കളി തുടർന്നു. അപ്പുണ്ണി ആശാൻ അടുത്ത ആഴ്ചയും പൈസ കൊടുത്തു. പക്ഷെ ഈ പ്രാവശ്യം 5 രൂപയെ കൊടുത്തുള്ളൂ. 5 രൂപ കൊടുത്തിട്ട് അപ്പുണ്ണി ആശാൻ പറഞ്ഞു, നോക്കൂ, എന്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല. പൈസ കിട്ടുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് തരാം. കുട്ടികൾ ഒന്നും മിണ്ടാതെ പോയി. അവർ വീണ്ടും കളി തുടർന്നു. അപ്പുണ്ണി ആശാൻ അവർ കളിക്കുന്നത് അപ്പുണ്ണി ആശാന്റെ ജനാലയിലൂടെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു. അവർ പതിപോലെ ഒച്ചയും വെച്ച് ബഹളവും വെച്ച് പന്ത് അവിടെയും ഇവിടെ അടിച്ച് കളിക്കുമായിരുന്നു. ആ ആഴ്ച വീണ്ടും പിള്ളേരവിടെ വന്നു. എന്നിട്ട് അപ്പുണ്ണി ആശാനോട് ചോദിച്ചു, ഈ പ്രാവശ്യം ഞങ്ങൾക്ക് 5 രൂപ തന്ന് പറ്റിക്കാമെന്ന് നോക്കണ്ട. മുഴുവനും പൈസ തന്നാലേ ഞങ്ങൾ ഇവിടുന്ന് പോകുകയുള്ളൂ. അപ്പുണ്ണി ആശാൻ 5 രൂപയുടെ തുട്ടെടുത്ത് ആ പയ്യന്റെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് മാത്രം എന്റെ ഉള്ളൂ മോനെ, നിങ്ങൾ കളി തുടരണം. ഒരു പയ്യൻ പറഞ്ഞു, 5 രൂപ തന്നിട്ട് ആശാന് ഞങ്ങളുടെ കളി കാണാം എന്ന് കരുതണ്ട, 25 രൂപ തന്നെ തരണം. ആശാൻ പറഞ്ഞു, എന്റെ ഇപ്പോൾ പൈസ ഇല്ല മകനെ. അയ്യടാ, അങ്ങനെ സൂഹിക്കണ്ട, നാളെ മുതൽ ഞങ്ങളിവിടെ കളിക്കുന്നില്ല. മുത്തശ്ശൻ അങ്ങനെ 5 രൂപയെ കളി കണ്ട് സൂഹിക്കണ്ട എന്ന് പറഞ്ഞ് പിള്ളേര് പോയി. അടുത്ത ദിവസം മുതൽ പിള്ളേർ ആ വഴിയിൽ ക്രിക്കറ്റ് കളിച്ചില്ല. അപ്പുണ്ണി ആശാൻ നോക്കിയപ്പോൾ പിള്ളേർ അപ്പുറത്തെ പറമ്പിൽ ക്രിക്കറ്റ് കളിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ അപ്പുണ്ണി ആശാൻ അങ്ങനെ ആരെയും വിഷമിപ്പിക്കാതെയും ആരോടും വഴക്കുണ്ടാക്കാതെയും പിള്ളേരെ ആ വഴിയിൽ നിന്ന് അപ്പുറത്തെ പറമ്പിലേക്ക് മാറ്റിക്കളിപ്പിച്ചു. കേട്ടില്ലേ അപ്പുണ്ണി ആശാന്റെ വേറൊരു കഥ? ഇങ്ങനെയുള്ള മറ്റു കഥകളുമായി കാതിക വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. നിങ്ങൾ കഥകൾ ഷെയർ ചെയ്യുക, മറ്റു കൂട്ടുകാരോട് പറയുക. നിങ്ങളുടെ കഥകളും ഞങ്ങൾക്ക് അയച്ചു തരിക. ഇതുപോലെ മറ്റു കൂട്ടുകാരും നിങ്ങളുടെ കഥ കേൾക്കട്ടെ. അടുത്ത കഥയുമായി കാതിക വീണ്ടും. നന്ദി, നമസ്കാരം.